സൈക്കോ കില്ലർ. സിറ്റിയിലെ ഏത് രണ്ടുപേര് ചേർന്നാലും ഇതാണ് ഡിസ്കഷൻ. സീരിയൽ കില്ലിംഗ്സിലൂടെ സൈക്കോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കില് നിങ്ങളും പങ്കെടുത്തിരുന്നോ? സ്ട്രൈക്കോ? ഏത് സ്ട്രൈക്ക്? ഇവള് ഏത് സ്ട്രൈക്കിനെ ചോദിക്കുന്നേ? ആ, സ്ട്രൈക്ക് നടക്കുമ്പോൾ നമ്മുടെ ചെയർമാനൊക്കെ വന്നിരുന്നില്ലേ? സർജിക്കൽ സ്ട്രൈക്ക് ബോർഡറിലാണ് നടന്നത്. ഇയാളെന്താ ചെയർമാൻ എന്നൊക്കെ പറയുന്നത്? പ്രസന്റ് ഡിഫൻസ് ചീഫ് ആരാണ്? ഡിഫൻസ് ചീഫോ? ബിപിൻ റാവത്ത്. ബിപിൻ റാവത്ത് മരിച്ചുപോയത് ഇയാൾക്കറിയില്ലേ? ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്കെന്തിനാ? ഈ കണ്ണെന്താ ചെയറിന്റെ അടി കിടക്കുന്നേ? ഇയാളെ കണ്ടാലേ ഒരുമാതിരിയുണ്ട്. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന ബെറ്റർ. എന്റെ ഹസ്ബൻഡ് വരാൻ സമയമായി, ഞാൻ പോവാണേ. ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചാണോ? മാനേജ് ചെയ്യാം. അല്ല ചേച്ചി, നിങ്ങൾ നാളെയല്ലേ നാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞത്? ഇന്ന് തന്നെ വന്നോ? ഏതോ വിരുന്നിന് വന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ഈ സാർ ആരാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാലോ, ടൊമാറ്റോ സോസ് കഴിച്ച് മേത്തൊഴിച്ചിരിക്കുക. നമ്മുടെ കാര്യമൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞു. അറിഞ്ഞെന്നോ? അപ്പോ ഇപ്പൊ ഞാൻ എവിടെയുള്ളത്? സ്വർഗത്തിലായിരിക്കുന്നേ. എന്റർടൈൻമെന്റ് ചെയ്യാനേ ഇവിടെ രംഭ ഉർവശിയൊന്നും ഇല്ല. മുന്നിലെ ഇന്ദ്രൻ ഇരിപ്പുണ്ട്, ചെന്ന് ആശീർവാദം വാങ്ങിക്കേ. സോറി ഡാർലിംഗ്, ഞാൻ 13 പറഞ്ഞത് നീ 13 കേട്ടത്. എന്നാ എങ്ങനെ ഈ സൈക്കോന്റെ കൈ പെട്ടത്? ഇറ്റ്സ് ഓക്കെ ഡാർലിംഗ്, നീയുണ്ടല്ലോ, എനിക്കൊരു പേടിയില്ല. നീ എന്നെ രക്ഷിക്കുമല്ലോ. ഞാൻ തന്നെ രക്ഷപ്പെടുമെന്ന് അറിയില്ല, പിന്നെ എങ്ങനെയാണ് നിന്നെ രക്ഷിക്കുന്നത്? അതെന്താ ഡാർലിംഗ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ പ്രേമത്തിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാന്നല്ലേ പറഞ്ഞ? ജീവനോ? ഇപ്പൊ ജീവൻ പോകുന്ന അവസ്ഥയിലാടി. ഇതിനൊക്കെ കാരണം നീയാ. ആ സൈക്കോ നിന്നെ വെറുതെ വിട്ടാലും നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. എടാ, ഞാൻ നിന്റെ ജീവനാന്ന് പറഞ്ഞിട്ട്? ഞാൻ അങ്ങനെ പലതും പറയും. ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്ന നിനക്കാണോടി ഞാൻ ജീവൻ തരണ്ടേ? നിന്റെ വഴക്കും വക്കാണൊക്കെ ബിഗ് ബോസ് പ്രോഗ്രാമിൽ ചെന്ന് പറഞ്ഞാൽ മതി. കണ്ടില്ലേ, ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യയാണെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കത്തുള്ളൂ. അതാണ് എന്റെ ഭാര്യ. അല്ല, ഇവൻ കള്ളനാണോ അതോ സൈക്കോയോ? കള്ളനാണെങ്കിൽ മോഷിച്ച് പോയിട്ടുണ്ടാവില്ലേ? സൈക്കോ ആണെങ്കിൽ കൊന്നിരിക്കണത് അല്ലേ? ചിലപ്പോ ടാർഗറ്റ് നിങ്ങളായിരിക്കില്ല. ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളേ? ഞാനും എന്റെ ഭാര്യ, അവിടെ അനിയത്തിയും. എന്താ? അപ്പൊ അനിയത്തിക്ക് വേണ്ടിയായിരിക്കും അയാൾ വന്നേ. ഓ, ഹായ്, ഗംഗാധരൻ സാർ വീട്ടിലില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗംഗാധരൻ സാർ അല്ലല്ലേ? അല്ല. ഗംഗാധരൻ സാറാണല്ലോ എനിക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്. ഓ, വരാൻ പറഞ്ഞിരുന്നോ? സൂം മീറ്റിംഗിലാണ്, സമയമെടുക്കും. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, വരൂ. ചേട്ടൻ്റെ അടുത്ത് എന്താണ് ജോലി? ഓ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനിയനാണോ? ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. അതൊക്കെ ശരി, നിങ്ങൾ എന്ത് ചെയ്യാ? ഇന്റർവ്യൂ ചേട്ടനോടാണെന്ന് പറഞ്ഞു. അനിയന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ ജോലി പെട്ടെന്ന് കഴിയുമല്ലോ. നിങ്ങളെന്താ താടിയൊക്കെ വളർത്തിക്കുന്നേ? ലവ് ഫെയിലിയർ ആണോ? അങ്ങനെയും പറയാം. ഓ, ബൈ ദ വേ, ഐ എം സംയുക്ത. ഓ, വേണ്ട വേണ്ട, ഓൾറെഡി ലവ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞില്ലേ. ഞാൻ കാണാൻ ഇച്ചിരി കൊള്ളാലോ.
എന്റെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ലവിൽ വീണു. അതിനുശേഷം താടി എടുത്തിട്ട് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടാതെ, വീണ്ടും നിങ്ങൾ താടി വളർത്തുന്നത് ഇതൊക്കെ ആവശ്യമാണോ? പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ലവ് ഫെയിലിയർ ആയതുപോലെയൊന്നും തോന്നുന്നില്ല. 1 മാസം ഭക്ഷണവും ഉറക്കവും എല്ലാം ത്യജിച്ചിട്ട് ആർക്കു വേണ്ടിയോ വെയിറ്റ് ചെയ്യുന്ന പോലെയാ തോന്നുന്നേ. ഒരു സ്ത്രീ ഇത്രയും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ബലശാലിയായിരിക്കണം അല്ലെങ്കിൽ ബുദ്ധിശാലിയായിരിക്കണം. ഇതിൽ നിങ്ങൾ അത് നിങ്ങളാ പറയേണ്ടത്. പറയാനൊന്നുമില്ല, കണ്ട തന്നെ മനസ്സിലാവുന്നുണ്ട്. താങ്ക്സ്. ഇപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുപോലെ ഉണ്ടല്ലോ. അതെ. ഞാൻ കൂളിംഗ് കഴിക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. എങ്ങനെ പോയാലും നിങ്ങളുടെ ചേട്ടൻ ഫ്രീ ആവാൻ കുറച്ചുകൂടെ സമയം എടുക്കും തോന്നുന്നു. ആ സമയം കൊണ്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഇറ്റ്സ് എ ലൈവ് ഗെയിം. ആരാണോ കൂടുതൽ കള്ളം പറയുന്നത് അയാളാണ് വിന്നർ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെയാ. ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കെ. ഹായ്, ഐ എം കിരൺ റാത്തോഡ്. കിരൺ റാത്തോഡ്, IPS 2020 ബാച്ച്. ഇതുവരെ 52 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 13 പേരെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് തന്നെ സിറ്റിയെ പേടിപ്പിച്ച് വിറയ്ക്കുന്ന ആ സൈക്കോ കില്ലറെ പിടിക്കാനാ. 24 അവേഴ്സിനുള്ളിൽ ഞാൻ അവനെ പിടിച്ചിരിക്കും. ഗുഡ്. എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങൾ കലക്കി. ഇനിയിപ്പോ നിങ്ങൾ പറയൂ. നീ പിടിക്കാൻ വേണ്ടി വന്ന സൈക്കോ കില്ലർ ഞാനാണ്. സൂപ്പർ. എന്നെക്കാളും നിങ്ങളാണല്ലോ കള്ളം പറയുന്നേ. അത് ശരി, ഞാൻ പറഞ്ഞ കള്ളത്തരം സത്യമായോ കുഴപ്പമില്ല. പക്ഷേ നീ പറഞ്ഞ കള്ളം സത്യമാണെങ്കിൽ